നമുക്ക് ഓണം പ്രമാണിച്ച് ഒരു ചെറിയ സാമ്പാർ വെക്കാം. സാമ്പാറിനുള്ള പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പച്ചക്കറി ഐറ്റങ്ങളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ഒരുക്കി പെറുക്കി കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് കുക്കറിലേക്കിടാം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി, ചേരുന്ന മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചൊന്ന് തിരുമ്മി കൊടുക്കാം. എന്നിട്ട് മുരിങ്ങക്കായും കൂടെ മുകളിലിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇതൊരു 2 വിസിലടിച്ചാൽ മതി. എനിക്ക് നമുക്ക് പരിപ്പ് കഴുകി വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെക്കാം. നമുക്ക് വെണ്ടയ്ക്കായും തക്കാളിയും കൂടെ ഒന്ന് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് സാമ്പാറിനുള്ള വെണ്ടയ്ക്കായും തക്കാളിയും കൂടെ ഒന്ന് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇതിന് മാത്രം ചേരുന്ന ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതും കൂടെ ഇങ്ങോട്ട് കോരിയിട്ട് കൊടുക്കാം. നമുക്ക് സാമ്പാറിനുള്ള സാമ്പാർ പൊടിയും കൂടെ ഈ ചീനച്ചട്ടി തന്നെ ചൂടാക്കി അങ്ങോട്ട് ചേർക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സാമ്പാറൊക്കെ തിളച്ച് താത്ത് വെക്കാം. ഇനി നമുക്ക് ഇച്ചിരി എണ്ണ കടുക് മൂപ്പിച്ചൊഴിക്കാം. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കായ്പ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ ഒഴിച്ചു കൊടുക്കാം. മല്ലിയിലയും കൂടെ ഇടാം.
അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.